യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ നല്ല ഇടയനാണെന്ന് പറയുക. വചനം 10-ാം അധ്യായം 10-ാം വാക്യം: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. മോഷ്ടിക്കാൻ, നിന്നിൽ നിന്നും നന്മകൾ ചോർത്തിയെടുക്കാൻ, കള്ളൻ നിന്നിൽ നിന്നും മോഷണം നടത്താൻ, നശിപ്പിക്കാൻ, ഇവ മൂന്നിനുമാണ് കള്ളൻ നിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും, ജീവൻ അത് നൽകുന്നതാണ്. അപ്പോൾ കള്ളൻ വരുന്നത് നിന്നിൽ നിന്നും എന്തെങ്കിലും എടുക്കാൻ, ക്രിസ്തു വരുന്നത് നിനക്കെന്തെങ്കിലും നൽകാൻ. വ്യത്യാസമുണ്ട്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് അവനിൽ നിന്നെന്തെങ്കിലും ലഭിക്കാനാണോ അതോ എനിക്കെന്തെങ്കിലും നൽകാനാണോ? ഇന്നത്തെ സുവിശേഷം ഗൗരവത്തോടെ നമ്മൾ കാണണം. സുവിശേഷം ഓർമ്മിപ്പിക്കുക, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്. യേശുവിൻ്റെ പ്രത്യേകത അതാ. നൽകി 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 നിന്നെ സമൃദ്ധനാക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് യേശു. നിന്നെ സമൃദ്ധനാക്കാൻ, നിന്നെ കൃപയിൽ സമൃദ്ധനാക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. നിന്റെ സമൃദ്ധിയിൽ ഉയർത്താൻ അവൻ നൽകി 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 ഇല്ലാതായി. അതാണ് പീഡാനുഭവം. ഇവൻ പീഡ സഹിച്ചത് നീ സമൃദ്ധിയിൽ വളരാൻ വേണ്ടിയിട്ടാണ്, നീ ജീവനിൽ കൃപ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവർക്ക് നൽകുന്നത് എനിക്കെന്ത് കിട്ടും എന്ന് കരുതിയ, എനിക്കെന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ ക്രിസ്തു ഇന്ന് തന്നെ ഓർമ്മിപ്പിക്കുക. എൻ്റെ ജീവിതം, ഞാൻ നല്ല ഇടയനാണ്, മറ്റുള്ളവർക്ക് നൽകി നൽകി സമൃദ്ധിയാക്കുന്നതാണ് എൻ്റെ ജീവിതം. അതുപോലെ നീയും നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എന്ത് നൽകാമെന്ന് ചിന്തിക്കാൻ സുവിശേഷം വല്ലാതെ നിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താ സുവിശേഷം? ആ അർത്ഥത്തിൽ എനിക്കെന്ത് നൽകാമെന്ന് ചിന്തിച്ചു തുടങ്ങാം. ഇന്ന് പ്രഭാതം ഈ സമയം മുതൽ വൈകുന്നേരം വരെ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ? എനിക്കെന്തൊക്കെ നൽകാൻ കഴിയും? എനിക്ക് സമ്പത്ത്, സ്നേഹം, സാമീപ്യം, കരുതൽ, എൻ്റെ സമയം, ഇതൊക്കെ കാര്യങ്ങൾ നൽകാൻ കഴിയും. നൽകി 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 ഈശോയിൻ്റെ ഈ ഒരു ഇടയത്വത്തിൻ്റെ സ്വഭാവം നമുക്കൊന്ന് ഏറ്റെടുത്താലോ? അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.